ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഈ കമ്പ്യൂട്ടർ ചെയറാണ്. ഇത് കയറി ഒരു 3-4 വർഷത്തോളം ഇരുന്നു. അതിനുശേഷം ഒറ്റ ഇരിപ്പിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് താഴത്തേക്ക് താന്നങ്ങ് പോയി. പിന്നീട് ഇത് പൊങ്ങി വന്നിട്ടില്ല. ഒരു ഷോക്ക് ഓഫ്സറാണ്. അതിനകത്തിലെ ഓയിൽ പോവുകയോ എൻ്റെ എയർ പോവുകയോ ഒക്കെ ചെയ്തതാണ് സംഭവം. എങ്ങനെയാണെങ്കിലും അത് കുറേ കുത്തിയിരിക്കുന്ന രീതിയിൽ താഴത്തേക്ക് താന്നുപോയി. ഇനി അവനെ പൊക്കുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്രസർ മാറ്റാതെ അല്ല, അതിൻ്റെ ഈ ഷോക്ക് മാറ്റാതെ ഇത് തന്നെ റിപ്പയർ ചെയ്യും. ഇനിയിപ്പം കയറി ഇരിക്കുന്ന സമയത്ത് വെയിറ്റ് കൊണ്ട് താഴവും പൊങ്ങുമൊന്നും ചെയ്യണ്ട, ഫിക്സഡ് ആയിട്ടിരിക്കട്ടെ. ഇതിപ്പോൾ നല്ലൊരു കസാരയൊക്കെ ഇടണമെങ്കിൽ 5000 രൂപ 10,000 രൂപയ്ക്ക് അടുത്ത് വരും. അന്ന് 5000 രൂപയ്ക്ക് അടുത്തും കണ്ട് വാങ്ങിച്ചിരുന്നതാണ് കുറേ വർഷങ്ങളായി. അപ്പം അതിന് നമ്മൾ കാണുന്ന സമയത്ത് ഷോക്ക് ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയാൽ തിരിച്ച് റിട്ടേൺ വരുന്നില്ല. അതിന് പമ്പ് ചെയ്യാനായിട്ട് ചെറിയ ലിവറൊക്കെ ഉണ്ട്. ആ ലിവറൊക്കെ നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാലും വിശേഷങ്ങളൊന്നുമില്ല. അത് കൂടാണ്ട് ഇരുന്നിട്ട് നോക്കിയേ, ആളുടെ വെയിറ്റ് കൊണ്ടും പഴക്കം കൊണ്ടും ഇതിൻ്റെ പുറകുവശത്തെ ഫ്ലൈവുഡിലാണ് ഇതെല്ലാം ഇതിൻ്റെ സീറ്റിങ് കൊടുത്തിരുന്നത്. അതെല്ലാം പൊട്ടി അകത്തേക്ക് പോയിരിക്കുവാണ്. ഇത് കണ്ടോ, ഇതുപോലെ പൊട്ടി അകത്തേക്ക് പോയിരിക്കുക. അപ്പോൾ അതെല്ലാം കൂടെ അഴിച്ച് വിടിയിച്ചെടുക്കുക. വാസ്തവം പറഞ്ഞാൽ ഇത് ആക്രിക്ക് പോലും വേണ്ടാത്ത രീതിയിലായി തീർന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചെറിയ താൽക്കാലികമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് നമുക്കിത് കളയാതെ നിർമ്മിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇത് ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്, അതുകൊണ്ടാണ്. എൻ്റെ ഷോക്കും കൂടെ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഫ്ലൈവുഡൊക്കെ കണ്ടോ, സീറ്റിനടിയിലുള്ള ഫ്ലൈവുഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി പോയിരിക്കുക. വർഷങ്ങളായിട്ട് പല വെയിറ്റുള്ള ആൾക്കാരെല്ലാം കയറി ഇരിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. എൻ്റെ ഷോക്കും പോയി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവനെ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. വേറെ സീറ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കറേഞ്ചിലേക്ക് പിടിച്ചിരിപ്പണമെന്നേ ഉള്ളൂ. എങ്കിലും നമ്മൾ അതിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള രീതിയിൽ താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ ഷോക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് പമ്പ് ചെയ്യുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോഴത്തേക്കാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു GI പൈപ്പ്, നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു GI പൈപ്പ് മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇതാണ്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് കൂടാണ്ട് അതിൻ്റെ മുകളിലും നമ്മൾ ഷോക്കിനും ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ബലം കിട്ടാൻ വേണ്ടിയിട്ട് അതിനും കൊടുത്തിട്ടുണ്ട്. അതും മുറിച്ച് ഇത് തമ്മിൽ അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ജോയിൻ്റായിട്ട് അതിനകത്ത് ഇറങ്ങി കിടക്കും. അപ്പോൾ താന്നു പോയതിൻ്റെ ഒരു 6 ഇഞ്ചോളം താന്നു പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ അത്രയും നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റിനടി ഫ്ലൈവുഡ് പോയിട്ടുണ്ട്. ആ ഫ്ലൈവുഡ് പോയ സ്ഥാനത്ത് നമുക്ക് സീറ്റ് പൊളിച്ച് നന്നാക്കുന്നില്ല. അതിന് പകരമായിട്ട് ആ സീറ്റ് എടുത്ത് വെക്കാനായിട്ട് ഇതുപോലൊരു പലക എടുത്ത് അതിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിനടിയിൽ അതിൻ്റെ ബേസ്മെൻ്റായിട്ട് കൊടുക്കാൻ പോവുകയാണിത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് സീറ്റങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന നല്ലൊരു കട്ടർ ബ്ലേഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ടൈപ്പിൽ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിലുള്ള മരമൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണിത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സീറ്റിൽ വെച്ച് നോക്കുകയാണ്, ഒരു കുഴപ്പമില്ല, നല്ല ഡീസൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്നോളൂ. നമുക്ക് അത്യാവശ്യം വേണേൽ കറങ്ങുകയും ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കിനി ഉറപ്പിച്ചില്ലെങ്കിൽ മലന്നടിച്ച് താഴെ കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അളവെടുക്കാനായിട്ട് പോവുകയാണത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ വെച്ച് അതിൻ്റെ ഒരു അളവെടുക്കണം. കാരണം സിറ്റിൻ്റെ ഇടയിൽ ഫ്ലൈവുഡ് പൊട്ടിപ്പോയതുകൊണ്ട് ആ സ്ഥാനത്തിന് നമ്മൾ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വരണം. അതിൻ്റെ മൂലയൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ മൂലയെല്ലാം കട്ട് ചെയ്ത് ഭംഗിയാക്കി കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിങ്ങിൽ അവിടെ ഇരുന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മൂലയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. ഈ കട്ടറുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുണ്ട് കേട്ടോ, മരത്തിൻ്റെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വളവ് പോലെ വേണം, ഓവലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ താഴത്തെ മെറ്റൽ സീറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള അളവാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു അളവ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ അളവ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്ക്രൂ ചെയ്യണം. ഈ സാധനം ഉറപ്പിക്കണം, സ്ട്രോങ് ആയിട്ട് ഇതുള്ള ഉറപ്പിക്കണം. ഇത് ഉറപ്പിക്കുന്നത് പറഞ്ഞാൽ ഇത് നമ്മൾ ചാരുന്നതും കൂടെ ആട്ടോ. ഇതെല്ലാം നമ്മൾ ചാരുന്നതിൻ്റെ നമുക്ക് അതും കൂടെ കൂടിയിട്ട് വേണം ഇത് ഉറപ്പിക്കാനായിട്ട്. അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ സ്ക്രൂ ഒക്കെ വെച്ച് നമ്മൾ 4 മൂലയ്ക്കും വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങ് മുറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബലത്തിലാണ് അതവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നല്ല ബലത്തിൽ തന്നെ നമ്മൾ മുറുക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് മുറുക്കിയെടുത്തതിന് ശേഷം നമ്മളവിടെ വെച്ച് നോക്കുകയാണത്. ഇതെല്ലാ അലൈൻമെൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ടും നോക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ആയിട്ട് നമ്മളത് വീണ്ടും നമ്മൾ വെച്ച് നോക്കുകയാണ്. നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചെങ്കിൽ നല്ല സീറ്റിംഗ് അടിക്കാൻ പറ്റും. കാരണം ഈ കസേരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പിസ്റ്റണിലാണ് നിൽക്കുന്നത്, ഒറ്റ കമ്പിയിലാണ് നിൽക്കുന്നത്. അത് സെൻട്രലായിട്ടുള്ള ഒരൊറ്റ കമ്പിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ അവിടെ പഴയ ഫ്ലൈവുഡ് ആയതുകൊണ്ട് അതിൽ നമുക്ക് സ്ക്രൂ ചെയ്യാനോ നട്ട് ബോൾട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ കസേരയുടെ കൈ കൂട്ടിയിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും നമ്മൾ വലിച്ചു മുറുക്കി നമ്മുടെ പലകയുടെ ബേസ്മെൻറ്റിലേക്ക് അങ്ങ് പിടിപ്പിക്കുകയെന്ന്. മറ്റേ സീറ്റ് അല്ലെങ്കിൽ പിന്നെ സീറ്റ് തുളച്ചിട്ട് അകത്തുനിന്ന് സ്ക്രൂ ചെയ്യണം. അപ്പോൾ അവിടെ അതിന് ബലമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തുള്ള ഫ്ലൈവുഡ് മുഴുവൻ പഴക്കം കൊണ്ട് പൊളിഞ്ഞ് പീസായിട്ട് പോയി. അത് നമ്മൾ വീണ്ടും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സൈഡെല്ലാം അവർ ഒട്ടിച്ചു വിട്ടേക്കുന്നതുകൊണ്ട് കണ്ടിച്ച് മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ കളയാതെ നമ്മൾ സ്ഥിരമായിട്ടിരിക്കാനല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് സ്ട്രോങ് ആയിട്ടുണ്ട് കെട്ടിവെച്ച് സ്ട്രോങ് ആയിട്ടാണ് പറയുക. അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് ഇപ്പോൾ ഇതിലേക്ക് കയറ്റി അങ്ങ് ഇടുക ചെയ്യുന്നത്. കയറ്റി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല പൈപ്പായിട്ട് നല്ല ബലമുണ്ട്, അത്യാവശ്യം കറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ കസാര നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയും നമ്മൾ ഇതുപോലെ നമ്മൾ സംഗതി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ കസേര അങ്ങനെ കറങ്ങുന്ന കസേരയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.